നമ്മള് റീഡിങ്ങേറിനുള്ള വരുന്നത്. എത്ര 6240. ഇവിടെ ഇത്ര തോന്നെ ബില്ലൊന്നും വരാറില്ലല്ലോ. എത്ര ഇപ്പൊ നിങ്ങൾ ഇട്ടിക്കണത്? കാക്ക എന്റെ ഇഷ്ടത്തിലിട്ടതല്ല. നിങ്ങളെ മീറ്റർ നോക്കിയിട്ട് അതിൽ വന്ന കണക്ക് പ്രകാരമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇത് കൂട്ടാനും കുറക്കാനും എന്നെ കൊണ്ട് പറ്റൂല. ഇത്ര പൈസ കൂടുതൽ വരാൻ കാരണം? നിങ്ങളെ വയറിങ്ങിന് വല്ല കംപ്ലൈന്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യേ. അല്ലാതെ റീഡിങ്ങാരെ നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഖദീജ കറണ്ട് ബില്ല് വന്നിക്കണ്. എത്ര ഇപ്പൊ ഇത് ബില്ല്? എന്താ മനസ്സങ്ങളെ വിളിച്ച് കറണ്ട് ബില്ല് കൂടുതലുണ്ടാ? ഇതാ നോക്കിക്കാൾ 6240 ബില്ലുണ്ട്. ഇത്ര തോന്നെ ബില്ല് ഞമ്മക്ക് വരില്ല. കേൾക്കുന്നത് ഞാൻ ആ പ്രഷറിന്റെ ഗുളികപ്പം അങ്ങോട്ട് കുടിച്ചിട്ടുള്ളൂ. ആ വയറിങ്ങാരനെ വിളിച്ചിക്കാണ്ട് ഒന്ന് ചെക്ക് ചെയ്യിച്ചാല് എന്നാലേ അപ്പൊ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എടി ഇജാ ഫോണിന്റെ അടുത്തിന്റെ വയറിങ്ങാരനെ വിളിച്ചോക്കട്ടെ. ഇതൊന്ന് വിളിച്ചു നോക്കി. ഹലോ പൈസല്ലേ? ഞമ്മളെ പേരിൽ കറണ്ട് ബില്ല് കൂടുതലാണ്ടോ? ഒന്ന് ചെന്ന് വരുമോ ഒന്ന് ചെക്ക് ചെയ്യാന്? വൈകുന്നേരം വരുമോ? എന്നാ ആയിക്കോട്ടെ, എന്നാ വൈകുന്നേരം വാ. കാക്ക വേണ്ട, ഞാൻ വിളിച്ച. പൈസലാ ഇജപ്പ വന്നേ? ഞാൻ അതപ്പാണ് എത്തിയിട്ടുള്ളൂ. ഇവിടെ കറണ്ട് ബില്ലൊക്കെ കുറച്ച് കൂടുതലാണ്. ഇജ് വയറിംഗ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാക്ക ഈ MCB താന്നെടുക്കാളോ? ഇതിനിപ്പോ എന്തോ ചെറിയ തകരാറുണ്ട് തോന്നുന്നു. പൈസ 6240 കറണ്ട് ബില്ലിന്. ഇത് എത്ര വന്നത് കാട്ടെ? എനിക്കാണ് പ്രഷർ. ഇതൊക്കെ താത്ത പുതിയ വയറിംഗ് ആണ്. പിന്നെ ഇപ്പൊ ഇവിടെ ഒന്നും ഇതിൽ ലീക്കൊന്നും കാണുന്നില്ല. പിന്നെ എർത്തമ്പീരൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നോക്കാം. കാക്ക എർത്ത് ലീക്ക് ഒന്നും കാണുന്നില്ല. പിന്നെ ഇപ്പൊ ഇവിടെ ഒക്കെ പ്ലഗിലൊന്നും കറണ്ട് ലീക്കായി പോണില്ല. പിന്നെ ഇപ്പൊ ഇതൊക്കെ പുതിയ വയറിംഗ് ആണല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യേ, KSEB ഒരു അപേക്ഷ എഴുതി കൊടുത്താണ്. അത് ഓഫീസർ ആരെങ്കിലും വന്നുകാണ്ട് നോക്കിക്കോളും. ഒരു കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞുതരും. എന്നാ ആയിക്കോട്ടെ, ഞാൻ പോട്ടെന്നാല്. ശരി എന്നാ. ആയിക്കോട്ടെ, എന്നാല് ലൈസില് പറഞ്ഞ മാതിരി നിങ്ങൾ നാളെ തന്നെ പോയിക്കാണ്ട് ഒരു അപേക്ഷ കൊടുത്താൽ. ആയിക്കോട്ടെ, ഞാൻ രാവിലെ പോയിക്കോളാം. KSEB ഒരു പരാതി കൊടുത്തിരുന്ന, ഞാനത് നോക്കാൻ വന്നതാണ്. സാറ് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. നിങ്ങൾ കേറിയിരിക്കേ. മീറ്ററിൽ കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലോ. നിങ്ങളെ പരാതി പ്രകാരം നോക്കുമ്പോ നിങ്ങള് ഇലക്ട്രീഷ്യനെ വിളിച്ചൊന്ന് കാണിച്ചു കൊടുത്തു നോക്കിയാ? ഇലക്ട്രീഷ്യനൊക്കെ കൊടുന്ന് കാണിച്ചു കൊടുത്ത് ഒരു കംപ്ലൈന്റും ഇല്ലാന്നാ പറഞ്ഞത്. കറണ്ട് ബില്ല് കൂടുതലാണ് ഇവിടെ. ഇത്ര തോന്നെ പൈസ ഒരിക്കലും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. നിങ്ങളെ ഉപയോഗം കൊണ്ട് തന്നെയാണ് കറണ്ട് ബില്ല് കൂടാൻ കാരണം. ഏത് സമയത്താണ് നിങ്ങൾ മോട്ടർ, വാഷിംഗ് മെഷീൻ, EC കുക്ക്
അയൺ ബോക്സ് ഒക്കെ ഉപയോഗിക്കല്? സാറേ ഇതൊക്കെ ഞങ്ങൾ 7 മണിക്ക് ശേഷമാണ് ഉപയോഗിക്കല്. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെ ഈ വക സാധനങ്ങൾ യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതിനെ പറ്റൊന്നും ഞങ്ങൾക്ക് അറിയില്ല സാറേ. ഇപ്പോൾ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നത് കൊണ്ടാണ് ബില്ല് കൂടുന്നത്. അതുകൊണ്ട് ഉപയോഗിക്കുന്ന സമയങ്ങൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. എന്നാ ഞാൻ വെറ്റട്ടോ. പൊന്നാര പമ്പറന്നോളെ, റൂമിലൊക്കെ AC ഇട്ടിട്ടും ഫാൻ ഇട്ടിട്ടും ഇങ്ങനെ ഓടാണ്. KCB കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിനൊക്കെ തെറ്റുകാരി നമ്മൾ തന്നെയാണ്. പൊന്നാര മനസ്സാ, ഞാന് 6 മണി മുതൽ ഇനി 12 മണി വരെ ഇതൊന്നും തൊടൂല. നിങ്ങൾ എന്നോട് ജ്യൂസ് അടിക്കാനോ മറ്റുള്ളീനോ ഒന്നും എന്നോട് പറയരുത്. ഞാൻ ആ ഭാഗത്തേക്കെല്ലാം ഇനി പോണില്ല. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, എല്ലാ വൈദ്യുതി ഉപഭോക്താക്കളോടും 6 മണി മുതൽ 12 മണി വരെ കറണ്ട് പരമാവധി ശ്രദ്ധിച്ചുപയോഗിക്കുക. എല്ലാരും ശ്രദ്ധിച്ച് ഉപയോഗിക്കുക.